ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സ്കോഡ അവരുടെ കൈലാക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നത് XUV3X ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ എന്ന് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൈലാക്ക് XUV3X വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്ലസ് പോയിന്റ്സ് ഉള്ളത്, അതുപോലെ തന്നെ XUV3X കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഡീഷണൽ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഏതായാലും കൈലാക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ കൈലാക്ക് XUV3X വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഡയമെൻഷൻസിൽ വരുന്ന വ്യത്യാസം നോക്കാം. ഇവിടെ സാഡ്ലി കൈലാക്ക് ഏതൊരു ആസ്പെക്റ്റ് എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും ചെറുതാണ്, ലെങ്ത് ഒഴികെ. ലെങ്ത് ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സപ്പോമീറ്റർ SUVs ആയതുകൊണ്ട് തന്നെ കൈലാക്കിന് 5 മില്ലിമീറ്റേഴ്സ് കൂടുതൽ ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ. XUV3X 3990 കൈലാക്ക് 3995 ആണ്. പക്ഷേ ബാക്കി ഏതെടുത്താലും അതിൽ 3X കൈലാക്കിന് തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഈവൻ വിട്ട് ആണെങ്കിൽ പോലും 38 മില്ലിമീറ്റേഴ്സിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വീതി കൂടിയ വണ്ടി 3X ആണ്. ഹൈറ്റിൽ 28 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസം, അതുപോലെ വീൽ ബേസും 3X കൂടുതലാണ്, 34 മില്ലിമീറ്റേഴ്സ്. അതും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള വണ്ടി 3X ആണ്. ഇതാണ് ഡയമെൻഷൻസിൻ്റെ വ്യത്യാസം. ഇനി ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം കൈലാക്കിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് തന്നെ നോക്കാം. ഇതിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വരുന്നത് ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ആണ്. XUV3X എല്ലാ സാധനങ്ങളും LED ആണെങ്കിലും റിവേഴ്സ് ലൈറ്റ് മാത്രം LED അല്ല. പക്ഷേ കൈലാക്കിൽ അതും അവർ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തും ഫുൾ LED സെറ്റപ്പാണ്. XUV3X ടെയിൽ ലാംപ്സ് വരുന്നത് മൊത്തം LED സെറ്റപ്പ് തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ചേഞ്ച് വരുന്നത് അകത്താണ്. നമുക്കിതിൻ്റെ അകത്ത് ഡ്രൈവർ സൈഡ് സീറ്റ് 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. ഈവൻ കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 3X നമുക്ക് രണ്ട് സൈഡും മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സീറ്റ്സിന് വന്നിരിക്കുന്നത്. 6 വേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ മാനുവൽ ആണെന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അത് ആക്ച്വലി ഈ സെഗ്മെൻറ്റിൽ തന്നെ വേറൊരു വണ്ടിയിലും ഇലക്ട്രിക് സീറ്റ്സിന് 6 വേ അഡ്ജസ്റ്റ്മെൻ്റ് ആരും കൊടുത്തിട്ടില്ല. സോണറ്റിലും മെലിനിലും ഉണ്ട്, പക്ഷേ അത് 4 വേ അഡ്ജസ്റ്റ് ആണ്. പിന്നെ അടുത്ത ചേഞ്ച് ഇതിൻ്റെ അകത്തെ IRVMs ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഫ്രെയിംലെസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ല ബെസലൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ലുക്കിംഗ് IRVM ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 3X ഓട്ടോഡിമിങ് IRVM ആണ് രണ്ടിലും വരുന്നത്. പക്ഷേ എന്നാൽ 3X കുറച്ചുകൂടെ ബെസലൊക്കെ കൂടിയ ഒരു ഇത്തിരി ഡേറ്റഡ് ആയിട്ട് തോന്നുന്ന IRVM ഡിസൈനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അകത്ത് വരുന്നത്. മാത്രമല്ല സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനും കാണാൻ നല്ലതാണ്. 3X സ്റ്റിയറിംഗ് വീല് അവർ മഹീന്ദ്രയുടെ പുതിയ സ്റ്റിയറിംഗ് കൊടുക്കാതെ പണ്ട് അവർ ഇറക്കിയ സമയത്ത് 300 ഉണ്ടായിരുന്ന അതേ സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നും. അതാണ് വ്യത്യാസമുള്ളത്. ഇത് പക്ഷേ സ്കോഡയുടെ യൂറോപ്യൻ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന സെയിം സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ക്രോളർ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണുള്ളത്. പിന്നെ അടുത്ത ചേഞ്ച് ഇതിൻ്റെ അകത്ത് വരുന്നത് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണ്. അത് ഫീച്ചറല്ല, ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഓക്കെ, സോ ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈലാക്കിൽ 446 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. പക്ഷേ XUV3X ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ താഴത്തേക്ക് വീണ് പോകുന്നത്. 364 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് 3X കിട്ടുന്നത്. അത് പക്ഷേ 300 ആയിരുന്ന സമയത്ത് വളരെ കുറവായിരുന്നു. 250 ലിറ്റേഴ്സിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 3X ഒരു കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. സ്റ്റിൽ കൈലാക്കാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ബൂട്ട് ഓഫർ ചെയ്യുന്ന വാഹനം. ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. അതെങ്ങനെ എഞ്ചിനൊരു പ്ലസ് പോയിന്റ് ആവുന്നത്? നമുക്ക് XUV3X നല്ല എഞ്ചിൻസ് ആണല്ലോ കിട്ടുന്നത്, എല്ലാം ടർബോ ചാർജ്ഡ് ആണല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ 3X നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്നത് 1.2 3 സിലിണ്ടർ MPFI പെട്രോൾ എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. അതായത് ഫോക്സ്വാഗൻ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്ന TSI എന്ന് പറഞ്ഞ ടെക്നോളജിയുള്ള എഞ്ചിൻസ് ആണ് കിട്ടുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ടെക്നോളജിയാണ്, ഏറ്റവും ഒരു മോഡേൺ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഡെലിവറിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഇത് കുറച്ചുകൂടി സുപ്പീരിയർ ആണ് ബേസിക് വേരിയൻസിൻ്റെ കാര്യത്തിൽ. ഈവൻ ടോപ്പ് എൻഡ് ആണെങ്കിലും ഓൺ പേപ്പർ നമ്മുടെ 3X കുറച്ചും കൂടെ കൂടുതലാണ്, 130 PS ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും റിയൽ ലൈഫ് എടുക്കുന്ന സമയത്ത് ഈ വണ്ടി 0 to 100 കാര്യത്തിൽ ഇത്തിരി കൂടെ ഫാസ്റ്റാണ്. 10.5 സെക്കൻഡ്സ് ആണ് ഇതിന് 0 to 100 എത്താനായിട്ട് ജസ്റ്റ് എടുക്കുന്ന സമയം. ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഒരു കുഷാക്കിലും സ്ലാവിയിലും വെർട്ടസിലും ടൈഗറിലും ഒക്കെ കൊടുക്കുന്നത്. സോ അത് കുറച്ചും കൂടെ ചെറിയ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. 3X ഒട്ടും മോശമല്ല എഞ്ചിൻ്റെ കാര്യത്തിൽ, പെട്രോൾ എഞ്ചിൻ്റെ പെർഫോമൻസ്, പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് വരുന്ന TGDI എഞ്ചിൻ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു തരിയും കൂടെ ബെറ്റർ ആണ് എന്ന് മാത്രം. പിന്നെ അടുത്ത കേസ് വരുന്ന ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലാണ്. 3X അതിൻ്റെ സെഗ്മെൻറ്റിൽ ആക്ച്വലി നല്ലൊരു ഹാൻഡ്ലിംഗ് ഓഫർ ചെയ്തിരുന്ന വാഹനമായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും കൈലാക്ക് എന്ന് പറയുമ്പം MQB A0i പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടിയാണ്. ആൻഡ് കുറച്ചും കൂടെ വലിയ വണ്ടികളുടെ ഒരു ഷോർട്ടൻ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് ഫീൽ ഈ വണ്ടിയിലും കിട്ടും. 3X ആക്ച്വലി വലിയ വണ്ടിയുടെ ഷോർട്ടൻ വേർഷൻ തന്നെയാണ്. അത് ഇതുപോലെ ഒരു ഹാച്ച് ബാക്ക് ബേസ്ഡ് വണ്ടിയല്ല. അതുകൊണ്ടാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈ സെഗ്മെൻറ്റിൽ നല്ലൊരു ഡൈനാമിക്സിൻ്റെ ഒക്കെ ബെഞ്ച് മാർക്ക് അതിൽ ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഷോർട്ടായിട്ട് വീണ് പോകും, പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് ഫീലിൻ്റെ കാര്യത്തിൽ. നമുക്ക് കൈലാക്കിൻ്റെ സ്റ്റിയറിംഗ് സെറ്റപ്പ് ഒക്കെ സെയിം കുഷാക്കിലൊക്കെ ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് സ്റ്റിയറിംഗ് ഫീൽ, അതുപോലെ ഫീഡ്ബാക്ക്, റെസ്പോൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. XUV3X പക്ഷേ സ്റ്റിയറിംഗ് ഫീലിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. അതിൻ്റെ അകത്ത് വെയിറ്റ് ഒക്കെ വരും നമ്മൾ സ്റ്റിയറിംഗ് മോഡ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ അതല്ലാതെ എന്തോ ഒരു ചെറിയ മിസ്സിംഗ് പോയിന്റ് ഉണ്ട് അതിൽ. സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ രണ്ട് വാഹനങ്ങളുടെ നല്ലതാണ്, അതിലും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് ഉള്ളത് പ്രൈസ് ആണ്.
ആ കാര്യത്തിൽ നമ്മൾ സ്കോഡേനെ സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം പൊതുവെ യൂറോപ്യൻ മാനുഫാക്ചറേഴ്സൊക്കെ വണ്ടികൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹയർ സൈഡാണ് പിടിക്കാറുള്ളത്. പക്ഷേ കൈലാക്ക് എന്തായാലും സ്കോഡ ആ ഒരു കാര്യത്തിൽ കുറച്ച് അണ്ടർ കട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോപ്പ് ആൻഡ് വേരിയൻസ്. ബേസ് മോഡൽ കൈലാക്ക് ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ് തിരേക്സേക്കാൾ 10,000 രൂപ. പക്ഷേ എന്നാലും 10,000 രൂപ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാലും നമുക്ക് തിരേക്സോയേക്കാൾ കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളൊരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. തിരേക്സോയുടെ ബേസിക് വേരിയൻറ്റിൽ ഒരു MPFA ആണ് കൊടുക്കുന്നത്, TGD എഞ്ചിൻ അല്ല. പക്ഷേ കൈലാക്കിൽ TSI എഞ്ചിൻ തന്നെ ബേസിക് വേരിയൻറ്റിലുണ്ട്. ആൻഡ് 7.89 lakhs ആണ് കൈലാക്കിൻ്റെ സ്റ്റാർട്ടിങ്, 7.79 lakhs ആണ് തിരേക്സോയുടെ സ്റ്റാർട്ടിങ്. പിന്നെ നമ്മൾ മാനുവലിൻ്റെ ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിൽ തിരേക്സോയുടെ MPFA എഞ്ചിൻ വേരിയൻസ് വരുന്നത് 10.99 lakhs തീരും. കാരണം അത് ടോപ്പ് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല, AX5 വരെ ഉള്ളൂ. ബാക്കി വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിരേക്സോയുടെ TGD വേരിയൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 13.99 lakhs വരെ തന്നെ മാനുവൽ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. അതായത് 13.35 ആണ് കൈലാക്കിൽ വരുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് കൈലാക്ക് അഗൈൻ തിരേക്സോ അണ്ടർ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിലും തിരേക്സോയിൽ നമുക്ക് ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്, കൈലാക്കിലും ടോക്കൺ കൺവെർട്ടർ ഓട്ടോമാറ്റിക് തന്നെയാണ്. 14.4 lakhs ആണ് കൈലാക്കിൻ്റെ മാക്സിമം ടോപ്പ് ആൻഡ് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത് ഓട്ടോമാറ്റിക്കിൻ്റെ. തിരേക്സോയുടെ നമുക്ക് മാക്സിമം 15.49 lakhs വരെ പ്രൈസ് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യത്യാസമാണ്. കാരണം ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ 1.1 lakhsനടുത്ത് ഡിഫറൻസ് പറയും, ഓൺ റോഡ് വരുമ്പോൾ 1.25 ലക്ഷം അടുത്ത് വ്യത്യാസം വരും. അത്രയും ഡിഫറൻസ് കൂടുതൽ വരുന്ന സ്ഥിതിക്ക് തീർച്ചയായും സ്കോഡ നന്നായിട്ട് തന്നെ പ്രൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ ഡീസലിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരേക്സോയിൽ നോക്കാം. അത് കൈലാക്കിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് നമുക്ക് കൈലാക്കിൽ 3X വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ പ്ലസ് പോയിന്റ്സ് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ 3X എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയമെൻഷൻസ് ഒരു കേസ് വരും. നമുക്ക് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ലെങ്ത്തിൻ്റെ ചെറിയ വ്യത്യാസം ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും 3X തന്നെയാണ് നമ്മുടെ കൈലാക്കിനേക്കാൾ കമ്പാരിറ്റീവ്ലി വലുതായിട്ട് നിൽക്കുന്നത്. ഇൻഫാക്ട് ഈ സെഗ്മെൻറ്റിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ ഏത് വെച്ച് കമ്പയർ ചെയ്താലും 3X അതിനേക്കാളൊക്കെ വലുതായിരിക്കും. കാരണം ഇത് 4.2 മീറ്റർ ലെങ്ത്തുള്ള സാങ്യോങ് ടിവോലി ആയിരുന്നു ഒറിജിനലി. അത് മഹീന്ദ്ര അടുത്ത് ക്രോപ്പ് ചെയ്ത് ഇന്ത്യയിൽ ഇറക്കിയതാണ്. ഏതായാലും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 10.25 inch സൈസ് വരുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സൈസ് കൂടുതലാണ് കൈലാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം അതിൻ്റെ അകത്ത് 8 inch മാത്രമേ വരുന്നുള്ളൂ. സൈസിന് ഡിഫറൻസ് ആണ്. രണ്ടും ബേസിക്കലി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. കളർ TFT ഡിസ്പ്ലേക്ക് രണ്ടിലും ഉണ്ട്. പിന്നെ അടുത്തൊരു പ്ലസ് പോയിന്റ് വരുന്നത് പാനറോമിക് സൺറൂഫ്. അത് കൈലാക്കിലില്ല. ഇൻഫാക്ട് സ്കോഡയുടെ കുഷാക്കോ സ്ലാവിയോ ഒന്നിലും വരുന്നില്ല. പക്ഷേ XUV 3XOയിൽ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നമ്മുടെ മഹീന്ദ്ര പാനറോമിക് സൺറൂഫ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിലും നെക്സോണിലും മാത്രമാണ് ഇപ്പോൾ പാനറോമിക് സൺറൂഫ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നത്. കൊറിയൻസ് പോലും ഇപ്പോഴും അത് ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് 360 പാർക്കിംഗ് ക്യാമറയാണ്. അതും കൈലാക്കിലൊരു വളരെ വലിയ മിസ്സാണ്. ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലെല്ലാം 360 ക്യാമറ ഉണ്ട്, ഈവൻ മാഗ്നൈറ്റിൽ വരെ ഉണ്ട്. പക്ഷേ എന്നിട്ടും സ്കോഡ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് മോശമായി പോയി. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ സോൺ ഓട്ടോ AC അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാസഞ്ചേഴ്സിന് ഇൻഡിവിജ്വലായിട്ട് ACയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത് കൊടുത്തിരിക്കുന്ന ഒരു കൺട്രോൾ പാനൽ ഒരു ഇത്തിരി ഡേറ്റഡ് ആണ്. പണ്ട് 3XOയിൽ ഉണ്ടായിരുന്ന പോലത്തെ സിമിലർ കൺട്രോൾ പാനലാണ്. പക്ഷേ കൈലാക്കിൽ നമുക്ക് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ടച്ച് ബേസ്ഡ് കൺട്രോൾസ് ആണ് വരുന്നത്. യൂസ് ചെയ്യേണ്ടതാണ് കുറച്ചും കൂടെ എളുപ്പം. പക്ഷേ എന്നാലും കാണാനുള്ളൊരു ഭംഗി മറ്റതിനാണ്. അത് പക്ഷേ സിംഗിൾ സോൺ ആണ്, ഡ്യുവൽ സോണൊന്നും അല്ല. ഇനി അടുത്ത പ്ലസ് പോയിന്റ് മൾട്ടിപ്പിൾ മോഡ്സ് ആണ്. അത് ഡ്രൈവിംഗ് മോഡ്സ് സിപ്സാപ്പ് സൂം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിനും മോഡ്സ് ഉണ്ട് ഈ വാഹനത്തിൽ. അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ മോഡ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിരിക്കുന്ന വണ്ടിയാണ് 3XO. ഇനി ഇപ്പോൾ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ മഹീന്ദ്ര അത്യാവശ്യം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ബോട്ടം പോർഷൻ അല്ലാത്ത ടോപ്പിൽ വരുന്നെല്ലാം സോഫ്റ്റ് ടച്ച് ആണ്, ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ. അത് ഈ സെഗ്മെൻറ്റിൽ അങ്ങനെ മിക്ക കമ്പനികളും കൊടുക്കാത്തൊരു കാര്യമാണ്. പക്ഷേ മഹീന്ദ്ര എന്തായാലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡാഷ്ബോർഡൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും. കൈലാക്കിൽ പക്ഷേ കംപ്ലീറ്റ്ലി ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഈവൻ കുഷാക്ക് സ്ലാവി എല്ലാത്തിനും ഹാർഡ് ടച്ച് മെറ്റീരിയൽസ് തന്നെ സ്കോഡ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കൈലാക്കിൽ ഡെഫിനറ്റ്ലി അതുണ്ടാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിംഗ് സ്പേസ് ഇത്രയും ഹൈ വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബാക്ക് സീറ്റ് കംഫർട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിയർ സീറ്റ് സ്പേസ് ഉള്ള വണ്ടി നമ്മുടെ XUV 3XO ആണ്. ക്ലിയർലി നമുക്ക് ഏകദേശം ഒരു ക്രെറ്റ അല്ലെങ്കിൽ സെൽട്ടോസിൻ്റെ അകത്തൊക്കെ ഉള്ള അതിൻ്റെ അടുത്തായിട്ട് തന്നെ ബാക്കിലത്തെ ക്യാബിൻ സ്പേസ് ഫീൽ ചെയ്യും ഈ വണ്ടിയിലിരിക്കുമ്പോൾ. പിന്നെ ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഇതിൽ മാത്രമേ ഉള്ളെന്ന് പറയാൻ പറ്റില്ല. കാരണം കൈലാക്കിലും അതൊക്കെ ഉണ്ട്. അതുപോലെ 3 point സീറ്റ് ബെൽറ്റ്സ്, റിയർ AC വെൻസ്, പിന്നെ റിയർ ആംറെസ്റ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം രണ്ട് വണ്ടികളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. സ്പേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൊണ്ട് കൂടുതലാണ് എന്ന് മാത്രം. പിന്നെ കൈലാക്കിൽ അവിടെ സ്കോഡയുടെ സിംപ്ലി ക്ലെവർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബാക്കിൽ വരുന്നൊരു മൊബൈൽ ഹോൾഡർ, പിന്നെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ ടിക്കറ്റ് ഹോൾഡർ, അതൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പറഞ്ഞില്ല, പക്ഷേ എന്തായാലും അത് ഇതിൻ്റെ അകത്തില്ല. സോ അത് സ്കോഡ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്ന ഫീച്ചേഴ്സാണ്. ഇനി അടുത്തത് നമുക്ക് XUV 3XOയിൽ മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈവൻ ദോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് എഞ്ചിൻ MPFA ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എങ്കിൽ പോലും 3 എഞ്ചിൻ ഓപ്ഷൻസ് മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. സ്കോഡ ആകപ്പാട് ഒറ്റൊരെണ്ണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് എന്ന് പറയും. പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിൻ. കൈലാക്കിൽ ഡീസൽ എഞ്ചിൻ ഇല്ല. സോ ഡീസൽ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിലോട്ട് വന്നേ പറ്റുള്ളൂ. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. 117 PS4 അതുപോലെ 300 Nm ടോർക്കും ഒക്കെ ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഈവൻ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും
ഏറ്റവും ടോർക്കി ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ഇതാണ്. ആകെപ്പാടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാനുവൽ ഓക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക് ഡീസലിൻ്റെ കൂടെ അവർ AMT ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 എഞ്ചിൻ്റെ കൂടെയും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഉണ്ടെങ്കിലും ഡീസൽ മാത്രം അവർ AMT ആക്കി കളഞ്ഞു. അതും കൂടെ ഒന്ന് ടോർക്ക് കൺവേർട്ടർ ആക്കിയിരുന്നെങ്കിൽ നല്ല ചോയ്സ് ആയിട്ട് പറയായിരുന്നു. പ്രത്യേകിച്ച് സോണറ്റിനൊക്കെ നല്ല കോമ്പറ്റീഷൻ ആയതിന്. കാരണം അതിൻ്റെ അകത്ത് ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ആണ്. ബാക്കി ഈ സെഗ്മെൻറ്റിലെ ഡീസൽ ഓഫർ ചെയ്യുന്ന എല്ലാം തന്നെ നമുക്ക് AMTയിലാണ് വരുന്നത്. എല്ലാം എന്ന് പറയുമ്പോൾ നെക്സോണിൽ ഇതിന് മാത്രമേ പിന്നുള്ളൂ, സോണറ്റും വെന്യൂം കഴിഞ്ഞാൽ. പക്ഷേ വെന്യൂൽ ഓട്ടോമാറ്റിക് ഇല്ല. ആൻഡ് നെക്സോണിലും സോണറ്റിലും നെക്സോണിലും 3XOയിലും AMT ആണ്. അതുപോലെ നിങ്ങൾ ഡീസൽ എടുക്കുകയാണെങ്കിൽ ഇതിന് കൂടുതൽ മൈലേജും തീർച്ചയായും നമുക്ക് പറയാം. ടൗണിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ 15-16 ഈസി ആയിട്ട് കിട്ടും. ഹൈവേയിൽ പോകുകയാണെങ്കിൽ 18-20 റേഞ്ചിൽ കിട്ടും. പക്ഷേ കൈലാക്ക് നമ്മളിപ്പം സിറ്റിയിലൊക്കെയാണ് കൂടുതൽ ഓടിക്കുന്നുണ്ടെങ്കിൽ ടർബോ എഞ്ചിൻ ആയതുകൊണ്ടും പിന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ടും ചെറിയ എഞ്ചിനാണല്ലോ, അപ്പം ഇത്രയും വലിയ വണ്ടിയെ വലിക്കണമല്ലോ. ട്രാഫിക്കിൽ നമ്മളിങ്ങനെ പെട്ടെന്നൊക്കെ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മൈലേജ് കുറയും. അതുകൊണ്ട് 10-12 കിട്ടുള്ളൂ. അതിപ്പോൾ 3XO ടർബോ എടുക്കുകയാണെങ്കിൽ എന്തായാലും 10-12 തന്നെ നമുക്ക് സിറ്റിക്കകത്ത് മൈലേജ് കിട്ടുള്ളൂ. ഹൈവേ പോകണം, അതായത് കുറച്ച് ലോങ് പോയാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ഒരു 15+ മൈലേജ് കിട്ടുള്ളൂ. അത് കൈലാക്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് പ്രൈസ് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. പക്ഷേ അതവിടെ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏതായാലും 3XO കൈയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചില വേരിയൻസിൽ നമുക്ക് അത്യാവശ്യം സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസിങ് തോന്നും. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അതിന് നമ്മൾ ആ ഒരു സ്പെസിഫിക് വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യേണ്ടി വരും. ടോപ്പിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കൈലാക്ക് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യത്തിൽ 3XOയേക്കാൾ വളരെ അഫോർഡബിൾ ആണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ കൈലാക്കിൻ്റെയും 3XOയുടെയും ഡീറ്റെയിൽഡ് കമ്പാരിസൺ. നമ്മൾ ഓൾറെഡി നെക്സോണും അതുപോലെ സോണറ്റും വെച്ച് കൈലാക്കിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കമ്പാരിസൺ ആയിരുന്നു നമ്മുടെ കൈലാക്ക് വെച്ചിട്ടുള്ളത്. ഇനി എന്തായാലും കൈലാക്കിൻ്റെ വീഡിയോസൊക്കെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.